ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് നമുക്ക് നല്ല മണവും ഗുണമൊക്കെയുള്ള ഗരം മസാലപ്പൊടി തയ്യാറാക്കാം. കുറേ നാളായിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ എന്നോട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഗരം മസാലപ്പൊടി ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മുടെ ഈ ഒരു കാറ്ററിംഗ് സീക്രട്ട് മസാല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കഴുകി വെയിലത്തിട്ട് ഉണക്കി ചൂടാക്കി എടുത്തിട്ടുള്ള ഗരം മസാലക്കൂട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടുതൽ ക്വാണ്ടിറ്റി, ഇപ്പം നമ്മുടെ മക്കളൊക്കെ വിദേശത്താണ്, അവർക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും തയ്യാറാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നോക്കാം ഇതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ ഗരം മസാല പൊടിച്ചെടുക്കാൻ പോവാണ്. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ജാറിലിട്ട് വേണം പൊടിക്കാനായിട്ട്. നല്ല പോലെ ഉണങ്ങിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും. ചൂടാക്കി എടുക്കുമ്പോൾ മസാലകൾ ഒരു തരി പോലും കരയരുത് കേട്ടോ. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജാറിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സീഡ് ഉണ്ടല്ലോ, ആ സീഡ് പ്രത്യേകം എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വയറിനൊക്കെ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ മിക്സി ഓൺ ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും ചെവി പൊത്തിക്കോട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കാം. ഇതാ നോക്കൂ, കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മസാലക്കൂട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കൂടുതൽ അളവിൽ ഗരം മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ആവട്ടെ, ചിക്കൻ മസാലയാവട്ടെ, ബീഫ് മസാലയാവട്ടെ, നിങ്ങൾക്ക് ഈ ഒരൊറ്റ പൊടി മാത്രം മതിയാകും കേട്ടോ. ഇനി സ്പെഷ്യൽ മസാല പാക്കറ്റുകളൊന്നും നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എല്ലാ മസാലക്കൂട്ടുകളും നമ്മുടെ വലിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കി വെച്ചോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാറ്ററിംഗുകാരുടെ ഈ സീക്രട്ട് കൂട്ടുകളെല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചോളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.